ആവറേജ്. ലവ് സ്റ്റോറിയാണോ? ലവ് സ്റ്റോറി, ഒരു ട്രാജഡി, ലവ് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങിയൊരു ട്രാജഡിയിലേക്ക് മാറിയൊരു പടം. എല്ലാവരും അഭിനയം എങ്ങനെയുണ്ട്? മോശമല്ല, ഒരുവിധപ്പെട്ട എല്ലാവരും ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ പെർഫോമൻസ് ഒക്കെ ഉള്ളതാണ്. നല്ല കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. എടുത്തു പറയാന്നുള്ളത് ഇപ്പം നടക്കുന്ന ഒരു, അതായത് നമ്മുടെ മുമ്പൊരു സംഭവം നടന്നല്ലോ, ഇപ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു, പിള്ളേരാകുമ്പോൾ പിന്നെ പ്രേമിക്കും അവർ, അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ ഉണ്ടാകുന്ന ബാക്കി കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിലുണ്ടാകുന്ന ആനുകാലിക സംഭവങ്ങളാണ്, പിന്നെ ആ ഫാമിലി സംഭവിക്കുന്നത്, അവർക്ക് പിന്നെ പടം ഒരു മെസ്സേജാണ്, ശരിക്കും ഒരു മെസ്സേജാണ്, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജാണ്. നല്ലതായിരുന്നു. ഉറ്റവർ വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. അനിൽ ദേവ് വളരെ കൈയടക്കത്തോടുകൂടി, വളരെ കലാമൂല്യത്തോടുകൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചലച്ചിത്രമാണ് ഉറ്റവർ. ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ വളരെ തന്മയത്വത്തോടെ, കൈയടക്കത്തോടെ സംവിധായകൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒരു റിയലിസ്റ്റിക് ചിത്രമാണ്, കലാമൂല്യമുള്ള ഒരു ചിത്രമാണിത്. ഇതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ, വേറിട്ട രീതിയിൽ നിർദ്ധാരണം ചെയ്യുന്ന ഒരു ചിത്രമാണ്. വളരെ ഹൃദ്യമായ മനോഹരമായ ഒരു ചിത്രം, ഒരു സന്ദേശം നൽകുന്നതെന്നതിലുപരി ആ ചിത്രം നമ്മളെ ഇന്നത്തെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. അതോടൊപ്പം തന്നെ കലാപരതയും സൗന്ദര്യാത്മകതയും ഒക്കെ ഒത്തിണങ്ങിയ അതിമനോഹരമായ ഒരു ചിത്രമാണ്. ഇത്തരം ചിത്രങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂവി കുഴപ്പമില്ല, നല്ല ഒരു സബ്ജക്റ്റായിരുന്നു, ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. ഞാനിതിനകത്ത് നായികയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ആശ നായർ എന്നാണ്, ആർട്ടിസ്റ്റ്. അപ്പം ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ കൂടിയാണ് ഈ ഒരു മൂവി ചെയ്തെടുത്തത്. അപ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കോവിഡിൻ്റെ ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്തിലായിരുന്നു. ഓവറോൾ മൂവി നല്ലതായിരുന്നു, നല്ല പിക്ചറൈസേഷൻ നല്ലതായിരുന്നു. ഒത്തിരി നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയിട്ട് ആണ് കുറച്ചുകൂടെ ഷൂട്ട് ചെയ്തത്. അങ്ങനെയൊക്കെ ഓവറോൾ നല്ലൊരു സിനിമയാണ്. ഇത് നല്ലൊരു സബ്ജക്റ്റാണ്, റിയൽ സ്റ്റോറി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ഫാമിലി സബ്ജക്റ്റ് കൂടിയാണ്. താങ്ക് യു സോ മച്ച്. ഇല്ല, എന്താ പറയാൻ, നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല ത്രെഡ്, സൈലൻറ്റ് സിനിമയാണ്, നമുക്ക് കണ്ടിരിക്കാൻ സുഖമാണ്. നല്ല തീമായിരുന്നു, ഓവറോൾ നല്ല തീമും പിന്നെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മെയിൻ ആക്ടർ, ആക്ട്രസ്, പിന്നെ അവരുടെ അച്ഛനമ്മ ക്യാരക്ടേഴ്സൊക്കെ വളരെ അടിപൊളിയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി കണ്ടിരിക്കാനുള്ള ഒരു ഫിലിമാണ്. നല്ലായിരുന്നു, നല്ലായിരുന്നു, നല്ല സ്റ്റോറി ആയിരുന്നു. ഒരു സീരിയൽ കണ്ട് വലിയ ഒന്നുമില്ല, സീരിയൽ പോലെ പോകണം. ഇഷ്ടപ്പെട്ടത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്താ കുറേ ആ പടം നേരത്തെ ഞാനൊന്ന് കണ്ടതാണ്. എനിക്ക് തന്നെയും ഈ ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് കാണാമെന്ന് വിചാരിച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാലോ, അതുകൊണ്ട് കയറിയതാണ്. ഞാനാണ് ഇതിനകത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം, നായികയുടെ അച്ഛനായിട്ടുള്ള വേഷം ചെയ്തിരിക്കുന്നത് ഞാൻ. അതെ, നല്ല അഭിപ്രായമാണ്.